ഹലോ ഗൈസ്, ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ വീട്ടിൽ വന്നു. ഒരു ടൂർണമെൻ്റ് ഉണ്ട്, അത് കളിക്കാൻ പോവാണ്. ബാക്കി ടൂർണമെൻറ്റ് വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. കളിക്കാൻ പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ട് ഞാൻ പോകാൻ തുടങ്ങുകയാണ് ഗൈസ്. ഓക്കെ, പോകുന്നതിന് മുമ്പ് അമ്മ എനിക്ക് മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കി തന്നു. ആഹാ, മുട്ടയും ഉണ്ടോ? താങ്ക് യു മമ്മി. ഞാൻ കളിക്കാൻ പോവാം. ബൈ. അത് തിന്നിട്ട് പോ, അത് പൊട്ടിക്കുക ശരിക്കും. ഓക്കെ ബൈ, പോവാണേ. പോകുന്നതിന് മുമ്പ് അച്ഛൻ എനിക്കൊരു ടാസ്ക് കൂടെ തന്നു. കളിക്കാൻ പോകണമെങ്കിൽ അനിയത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടല്ല പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അനിയത്തിനെ കൂട്ടാൻ വലവൂർ പോവാം. അവൾ സെൻറ് തോമസ് കോളേജിലാണ് പഠിക്കുന്നത്. 5:30 ആകുമ്പം വരും. അപ്പോൾ അടുത്ത വണ്ടിക്ക് വന്നിറങ്ങും. ആ വണ്ടിയിൽ നിന്ന് അവളെ കൂട്ടിയിട്ട് വേണം എനിക്കിനി കളിക്കാൻ പോകാൻ. അപ്പോൾ ഞാനും അച്ഛനും വലവൂർ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ അവളെ കൂട്ടാൻ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കാൻ പോകാൻ 2 സ്റ്റോക്കിങ്സ് മേടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവളാണ് എനിക്ക് മേടിച്ചുകൊണ്ട് വന്നത് പാലായിന്ന്. താങ്ക് യു. ഓക്കെ ബൈ. കളിച്ചിട്ട് വരാം. ടാറ്റ. ഓക്കെ ഓക്കെ ഗൈസ്, എൻ്റെ കൂടെ ഇന്ന് ടൂർണമെൻറ്റിന് കൂടെ വരുന്നത് മാത്യൂസാണ്. മാത്യൂസ് ബൂട്ടെടുക്കാൻ വേണ്ടി നമ്മുടെ ക്ലബ്ബിൽ വന്ന് നാരങ്ങളും കുടിക്കാൻ വേണ്ടി കടയിൽ കയറുന്നത്. അപ്പം കുട്ടാച്ച ഞങ്ങളെ വെല്ലുവിളിച്ചു. എന്നാ ആദ്യത്തെ കളി തോറ്റ എന്നാണ് തരുന്നത്? ആദ്യത്തെ കളി ജയിച്ചാ ഇവൻ പറഞ്ഞ ആദ്യത്തെ കളി തോറ്റു എന്ന് പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ കളി ജയിച്ച 500 രൂപയാണ് ഇവൻ ഓഫർ ചെയ്തത്. തിരിച്ച് 500. ഓക്കെ, ആലോചിക്കാം. നിങ്ങൾ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറെ കാശ് വരുമ്പോൾ ഞാൻ അതിന് 500 രൂപ കൊടുക്കും. ഓക്കെ ഗൈസ്, വലിയ ടൂർണമെൻ്റ് തോന്നുന്നു. കുറേ ഇഷ്ടംപോലെ വണ്ടിയും കുറേ ആൾക്കാരും. ഞങ്ങൾ കളിക്കാൻ കുറവലങ്ങോട്ട് എത്തി ഗൈസ്. ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കും. അടുത്ത കളിയാണ് ഞങ്ങളുടെ കാർത്തിക്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള കാർത്തിക് ബാബു. യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞേ. പറ. കാർത്തിക്. ഞങ്ങളുടെ പയ്യന് നിങ്ങൾ കളിക്കാനുള്ളവരെല്ലാം റെഡി ആയിട്ട് കളിക്കാൻ ഇറങ്ങാൻ തുടങ്ങിയാണ് ഗൈസ്. ഞങ്ങളുടെ ഗോൾ കീപ്പർ മാത്രം ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. കളി കഴിഞ്ഞ് കാണാം ഗൈസ്. ഒരു ഗോളിന് കളി തോറ്റു ഗൈസ്. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. കളി തോറ്റു ഗൈസ്. ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഇവിടെ അന്തരീക്ഷം ശരിയല്ല. ഇനി മത്സരം മലവെള്ളം പോലെ കിടക്കും. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒളിച്ചു പോകരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ കളി തന്നെ തോറ്റു. അപ്പം മാത്യൂസ് 500 രൂപ വെച്ച് വെച്ചിരുന്നു. അപ്പോൾ മാത്യൂസിന് 500 രൂപ കൊടുക്കാനില്ലാതെ കാരണം 500 രൂപ കൊടുക്കാനുണ്ട്. പക്ഷേ ആക്ച്വലി 500 രൂപ വേണ്ട. എല്ലാവരും 2 പേർക്കും മന്തി കഴിക്കാൻ പറ്റും. അപ്പം മന്തി കഴിക്കാൻ പോകാം. സന്തോഷമല്ലേ മാത്യൂസ്? സന്തോഷമല്ലേ ഗൈസ്? പാവം എൻ്റെ അമ്മ എനിക്ക് മുട്ട പുഴുങ്ങിയൊക്കെ തന്നു വിട്ടായിരുന്നു കളിച്ച് ജയിക്കാൻ വേണ്ടി. പക്ഷേ കുളങ്ങാടുള്ള ആൾ എന്നാടാ കുളങ്ങാടുള്ള ഏതായിരുന്നു? യമൻ മന്തിയിലാണ് ഞങ്ങൾ മന്തി കഴിക്കാൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മന്തിക്കടയാണെന്ന്. കാർത്തികയെ കളി നോക്കാൻ എന്താണ് കാരണം? കളി നോക്കാൻ കാരണം ഞങ്ങളുടെ കൂട്ടത്തിലെ മാർക്കറ്റ് പ്ലെയർ തെറി വിളിച്ചു. അവന് മോനെന്ന് വിളിച്ച് ഇഷ്ടമായില്ല. അവൻ തിരിച്ച് തെറി വിളിച്ചു. പക്ഷേ ആദ്യം ഒരു വാണി കൊടുത്തവരെല്ലാം കളി കളിച്ചു. പിന്നെ അവൻ മോനെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ തെറി വിളിച്ചു. അങ്ങനെ രണ്ടാമത്തെ റെഡ് കാർഡ് വേണ്ടി ഞാൻ പുറത്തു പോയി. അങ്ങനെ കളി തോറ്റു. വിളിച്ചു വരുത്തി നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നാണ് നടന്നത്. ഇന്നത്തെ കളിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. വീട്ടുകാരെല്ലാം കിടന്ന് ഉറങ്ങി നോക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.